ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സാന്റോസിന് വേണ്ടി നടന്ന മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയത്. 2 ഗോളുകൾ നേടിയ നെയ്മർ ജൂനിയർ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. ഇതോടുകൂടി ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് നെയ്മർ മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ളവനാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷെ വേൾഡ് കപ്പിൽ കൃത്യമായ രൂപത്തിൽ അഥവാ നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ കൃത്യമായ രൂപത്തിൽ നെയ്മറെ ഉപയോഗപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിച്ചില്ല. അത് ആഞ്ചലോട്ടിയുടെ ഒരു പരാജയമാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തേക്ക് വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നെയ്മർ ജൂനിയർ 90 മിനിറ്റും കളിച്ചു. അത് എന്താണ് നമ്മളോട് പറയുന്നത്? 90 മിനിറ്റും കളിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന താരമാണ് നെയ്മർ. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീം വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചില്ല. റിസ്ക് എടുക്കാൻ അവർ തയ്യാറായില്ല. അതല്ലെങ്കിൽ നെയ്മറുടെ കഴിവുകളെ അവർ വില കുറച്ച് കണ്ടു. നെയ്മറെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് നമ്മൾ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായത്. ബ്രൂണോ ഗിമറസ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എടുത്ത ആ പെനാൽറ്റി ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് നെയ്മർ ആയിരുന്നു. ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കപ്പെട്ട ഒരു പോസ്റ്റ്. അത് വലിയ രൂപത്തിൽ വൈറലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നെയ്മർ ജൂനിയർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് വലിയ രൂപത്തിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീം തന്നെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല, വേൾഡ് കപ്പിൽ തനിക്ക് അർഹമായ ഒരു സ്ഥാനം നൽകിയില്ല എന്നാണ് നെയ്മർ ജൂനിയറും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു പോസ്റ്റിൽ ഇപ്പോൾ നെയ്മർ ജൂനിയർ തൻ്റെ ലൈക്ക് നൽകിയിട്ടുള്ളത്. ബ്രസീലിയൻ ടീം തന്നെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന ആ ഒരു അഭിപ്രായത്തോട് നെയ്മർ ജൂനിയർ ഇപ്പോൾ യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.